ഇന്ന് നമ്മൾ മറ്റൊരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സംഭവം നടന്നത് 2015 ഏപ്രിൽ മാസം 19-ന് ചെന്നൈയിലെ 1000 ലൈറ്റ്സ് റോഡിലാണ്. ഒരു സന്ധ്യയിൽ ഒരു മനുഷ്യൻ ആ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇടയ്ക്ക് അയാൾ പെട്ടെന്ന് തളർന്നു വീണു. ഇത് കണ്ട ചിലർ ഓടിയെത്തി. ഉടനെ അയാളെ എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞുവെന്നാണ്. അയാൾ ആരാണെന്നും സ്ഥലം എവിടെയാണ് എന്നൊക്കെ കണ്ടെത്താനായി വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അയാളുടെ പേര് ജോൺ, താമസം ചെന്നൈയിലാണെന്ന് മനസ്സിലായി. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ അയാൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. തുടർന്ന് ജോണിന്റെ ശരീരം കുടുംബത്തിന് കൈമാറി. അവർ അദ്ദേഹത്തിന്റെ അവസാന കർമ്മങ്ങളെല്ലാം നടത്തി. ഈ സംഭവം നടന്ന് ഒരു മാസം കഴിഞ്ഞ് തീയതി 2015 മെയ് മാസം 17 ജോൺ മരിച്ച സ്ഥലത്ത് നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെ മറ്റൊരാളും ഇതുപോലെ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്രതീക്ഷിതമായി അയാളും താഴെ വീണ് ബോധരഹിതനായി. ചുറ്റുമുണ്ടായിരുന്നവർ സഹായത്തിനായി ഓടിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇയാൾ ഇതിനകം മരിച്ചുവെന്നാണ്. ഡോക്ടർ പറഞ്ഞത് അതൊരു സ്വാഭാവിക മരണം, ഹൃദയാഘാതം. അങ്ങനെ ശരീരം കുടുംബത്തിന് കൈമാറി. അദ്ദേഹത്തിന്റെ അവസാന കർമ്മങ്ങളും നിർവഹിച്ചു. ആ കുടുംബത്തിന് അതൊരു വലിയ തകർച്ചയായിരുന്നെങ്കിലും അവരത് സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. അയാളുടെ പേര് ശ്രീധർ എന്നായിരുന്നു. ഇയാളുടെ മരണത്തിന് 5 മാസം കഴിഞ്ഞ് തീയതി 2015 ഒക്ടോബർ മാസം 10 ഇത് നടന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഹെൻറി എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. അവനും വഴിയിലൂടെ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വീണു, ബോധം നഷ്ടമായി. ആളുകൾ സഹായിക്കാനെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവനും മരിച്ചുവെന്ന് ഡോക്ടർ അറിയിച്ചു. അതും ഒരു ഹൃദയാഘാതം തന്നെയാണ്. ഹെൻറിയുടെ ശരീരം കുടുംബത്തിന് കൈമാറി. അവർ അവസാന കർമ്മങ്ങളും നടത്തി. ഈ 3 മരണങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്താനും തയ്യാറായില്ല. 3 പേരും ഒരേ പ്രദേശത്തു നിന്നുള്ളവരല്ല, തമ്മിൽ പരിചയവും ഇല്ല. ഇവരുടെ കേസ് 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് റിപ്പോർട്ടും ചെയ്തത്. ഡോക്ടർ പറഞ്ഞത് ഇതൊരു സാധാരണ മരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയുമില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഈ 3 മരണങ്ങളെക്കുറിച്ചും ആരും ഒന്നും സംസാരിച്ചില്ല. അതായത് സംശയാസ്പദമായ രീതിയിൽ ഒന്നും സംസാരിച്ചില്ല. പോലീസിനും ഇതിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു. എല്ലാവരും ഇതൊക്കെ വളരെ സാധാരണ മരണമാണെന്ന് കരുതി. 2016 ഒരു വർഷം കഴിഞ്ഞ ശേഷം ചെന്നൈയിൽ ഒരു അപ്രതീക്ഷിതമായ സംഭവം നടന്നു. 2016 ഏപ്രിൽ മാസം 4 ചെന്നൈയിലെ ഒരു പ്രദേശത്ത് വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ താമസിച്ചിരുന്നു. അയാളുടെ പേര് സ്റ്റീവൻ എന്നാണ്. വയസ്സ് ഏകദേശം 41. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പന്നൻ. ഒരു ദിവസം ഈ സ്റ്റീവൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവന്റെ വീട്ടിൽ നിന്നും കോടികൾ വില വരുന്ന സ്വർണം കൂടാതെ ഒരു വലിയ തുക മോഷണം പോയി എന്നായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. വീട്ടിലെ CCTV കൂടാതെ സമീപ പ്രദേശങ്ങളിലുള്ള ക്യാമറ എല്ലാം പരിശോധിച്ചു. വളരെ എളുപ്പത്തിൽ പോലീസ് മോഷ്ടാക്കളെ തിരിച്ചറിയുകയും ചെയ്തു. ക്യാമറയിൽ 3 സംശയാസ്പദ മുഖങ്ങൾ വ്യക്തമായി തന്നെ കണ്ടു. സ്റ്റീവൻ വീഡിയോയിൽ കണ്ട മുഖങ്ങളെ നോക്കിയപ്പോൾ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. പോലീസ് അയാളോട് ഈ കണ്ട മുഖങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു. ഇവരാണ് തന്റെ വീട്ടിൽ കയ്യേറിയവരെന്നും അയാൾ സ്ഥിരീകരിച്ചു. അതിൽ 2 പേർ സ്റ്റീവന്റെ തന്നെ മുൻ ഡ്രൈവർമാരായിരുന്നു. ഈ 3 പേരുടെയും പേരുകൾ സതീഷ്, ബാലാജി, ആനന്ദം. ബാലാജിയും ആനന്ദവും സ്റ്റീവന്റെ മുൻ ഡ്രൈവർമാരായിരുന്നു. സതീഷ് ഇയാളൊരു എഞ്ചിനീയർ ആയിരുന്നു. സ്റ്റീവന്റെ പഴയ ഒരു പരിചയക്കാരനായിരുന്നു. തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അധികം സമയം പാഴാക്കാതെ പോലീസ് 3 അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 3 കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഇവരുടെ വീടുകൾ പരിശോധിക്കാനായി പോയി. ബാലാജിയുടെയും ആനന്ദത്തിന്റെയും വീട്ടിൽ ചില മോഷണ സാധനങ്ങൾ ഒഴികെ കാര്യമായ ഒന്നും തന്നെ കിട്ടിയില്ല. അവിടെ നിന്നൊന്നും കണ്ടില്ല. പക്ഷെ സതീഷിന്റെ വീട്ടിൽ മോഷണ സാധനങ്ങൾക്ക് പുറമെ പോലീസ് കണ്ടെത്തിയ 2 സാധനങ്ങൾ അത് പൂർണ്ണമായും ഈ ഒരു കേസിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചു. പോലീസ് അവിടെ കണ്ടെത്തിയത് 2 9mm പിസ്റ്റലുകൾ, 1 കിലോയോളം വരുന്ന വിഷം. ഇന്ത്യയിൽ 9mm പിസ്റ്റൾസ് സാധാരണക്കാരൻ സ്വന്തമാക്കുന്നത് കുറ്റമാണ്. സൈന്യത്തിനും സുരക്ഷാ സേനയ്ക്കും മാത്രമേ ഇത് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരാൾ വീട്ടിൽ 2 പിസ്റ്റലുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ പോലീസിന് ശക്തമായൊരു സംശയം തോന്നി. അതിൽ കൂടെ 1 കിലോ വിഷം കൂടെ കണ്ടപ്പോൾ ഈ ഒരു കേസ് സാധാരണ ഒരു മോഷണ കേസ് അല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. പോലീസ് സതീഷിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അതിനവൻ പറഞ്ഞത് പിസ്റ്റളുകൾ സ്വകാര്യ സുരക്ഷയ്ക്ക് വേണ്ടിയും
വിഷം അത് സ്വർണം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നുവെന്നുമാണ്. പക്ഷെ പോലീസ് അവന്റെ ഈ ഒരു വിശദീകരണം അതൊട്ടും വിശ്വസിച്ചില്ല. പോലീസിന് വീണ്ടും വീണ്ടും അവനിൽ ഒരു സംശയം കൂടിക്കൂടി വന്നു. അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്തോ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. സതീഷ് വലിയൊരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സതീഷ് അറിയാതെ പോലീസ് അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ സതീഷിന് ഒരു ഭാര്യ കൂടാതെ 2 കാമുകിമാരും ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേര് മേരി എന്നായിരുന്നു. മേരിയുടെയും സതീഷിന്റെയും ബന്ധം വളരെ മോശമായിരുന്നു. തുടർച്ചയായ തർക്കങ്ങളും കലഹങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 2015 ഈ മേരി തന്റെ സഹോദരനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സതീഷിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. അയാൾ തന്നെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ മേരിയുടെ സഹോദരന്റെ പേര് അത് ജോൺ എന്നായിരുന്നു. ഈ പേര് നിങ്ങൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. അതെ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ തെരുവിൽ വീണ് മരിച്ച ആ ജോൺ, അത് തന്നെ. ആ പേര് കേട്ട് പോലീസ് ഞെട്ടിപ്പോയി. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് മേരിയോട് തന്നെ ചോദിച്ചു. മേരി പറഞ്ഞത് തന്റെ സഹോദരൻ പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നാണ്. പോലീസ് ഉടൻ തന്നെ ജോണിന്റെ പഴയ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും സ്വാഭാവിക മരണം എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ പോലീസിന്റെ സംശയം അതൊട്ടും വിട്ടുമാറിയില്ല. അവർ ഒരു വലിയ തീരുമാനമെടുത്തു. ജോണിന്റെ മൃതദേഹം കുഴിയിൽ നിന്നും പുറത്തേക്കെടുത്ത് വീണ്ടും പരിശോധനയ്ക്ക് അയക്കണം. അങ്ങനെ ഫോറൻസിക് ലാബിൽ വീണ്ടും പരിശോധന നടത്തി. പുതിയ റിപ്പോർട്ട് കണ്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. ജോൺ സ്വാഭാവികമായി മരിച്ചതല്ല, അവന്റെ ശരീരത്തിൽ നിന്നും വിഷം കണ്ടെത്തി. ഇതൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു. ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. പോലീസ് ഉടൻ തന്നെ ഇതുപോലെ മരണപ്പെട്ട ബാക്കി 2 പേരുടെയും ഡീറ്റെയിൽസ് ഒന്നുകൂടെ പരിശോധിച്ചു. ശ്രീധർ, ഹെൻറി. അന്വേഷിച്ചപ്പോൾ പോലീസ് കണ്ടെത്തിയത് ജോൺ അത് മേരിയുടെ സഹോദരൻ. ഈ ശ്രീധർ, ഹെൻറി ഇവർ സതീഷിന് 2 കാമുകിമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവരുടെ ഭർത്താക്കന്മാരായിരുന്നു. ഇപ്പൊ പോലീസിന് എല്ലാ ഡോട്ടും കണക്ട് ചെയ്യാൻ സാധിച്ചു. ഈ 3 മരണങ്ങളും യാദൃശ്ചികതയല്ല, അവ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങളാണ്. പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വീണ്ടും വിലയിരുത്തിയപ്പോൾ 3 വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു. അതിന്റെ ലക്ഷണങ്ങൾ ഹൃദയാഘാതം പോലെ തോന്നിച്ചിരുന്നു എന്ന് മാത്രമാണ്. അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. സതീഷ് എങ്ങനെ ഇവരെ കൊന്നു? അത് സതീഷ് പറഞ്ഞാലേ അറിയാനും സാധിക്കും. ഒടുവിൽ സതീഷിനെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോലീസിന്റെ രീതിയിൽ തന്നെ ചോദ്യം ചെയ്തു. അവസാനം അവനെല്ലാം സമ്മതിച്ചു. മേരിയും സഹോദരനായ ജോണും പോലീസിൽ പരാതി നൽകിയതിനു ശേഷം തനിക്കെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാരം വീട്ടാനായി ഈ ജോണിനെ കൊല്ലാൻ തന്നെ സതീഷ് തീരുമാനിച്ചു. ഇന്റർനെറ്റിൽ മർഡർ ടെക്നിക്സിനെ കുറിച്ച് സെർച്ച് ചെയ്തു. ഒന്നും സംശയിക്കാത്ത തരത്തിൽ എങ്ങനെ കൊല്ലാം എന്നുള്ള മാർഗങ്ങൾ അവൻ പഠിച്ചു. അവന്റെ ലക്ഷ്യം കൊല്ലുക, പക്ഷെ അത് സ്വാഭാവിക മരണം പോലെ തോന്നണം. അങ്ങനെ ഒരുപാട് തിരച്ചിലിൽ ലണ്ടനിൽ സംഭവിച്ച അംബ്രല്ല പോയ്സൺ അറ്റാക്ക് എന്നൊരു പഴയ കേസ് അയാൾ വായിക്കാനിടയായി. അതിൽ നിന്നും അയാൾ ഒരു പ്രചോദനം നേടി. ഒരു കുടയുടെ അറ്റം സിറിഞ്ച് പോലെയാക്കി അതിൽ വിഷം നിറച്ച് അതിലൂടെ താൻ ഉദ്ദേശിക്കുന്നയാളെ കൊല്ലുക. ഈ ഒരു ആശയം സതീഷിന് ശരിയായ മാർഗം പോലെ തോന്നി. അവനൊരു കുടം വാങ്ങി അതിന്റെ അറ്റം ചെറിയ സിറിഞ്ച് പോലെയാക്കി അതിനുള്ളിൽ വിഷം നിറച്ചു. തുടർന്ന് ആദ്യം ജോൺ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ദേഹത്തെ ചെറുതായി ഒന്ന് തട്ടി. അറിയാതെ തട്ടിയതാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അതിനുള്ളിൽ തന്നെ ആ കുടയിലെ സിറിഞ്ച് ജോണിന്റെ ശരീരത്തിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ വിഷം ശരീരത്തിനുള്ളിലേക്ക് കടത്തിയിട്ടുമുണ്ടായിരുന്നു. ഇതായിരുന്നു രീതി. ഇങ്ങനെയാണ് ജോണിനെ കൊന്നത്. പിന്നീട് അവന്റെ 2 കാമുകിമാരുടെയും ഭർത്താക്കന്മാരെയും ഇതേ രീതിയിൽ തന്നെ അവൻ കൊന്നു. 3 പേരും വഴിയിലൂടെ നടക്കുമ്പോൾ വീണ് മരിച്ചു എന്ന് മാത്രമാണ് തോന്നിപ്പിച്ചത്. ആർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. സ്റ്റീവന്റെ വീട്ടിലെ ആ മോഷണ കേസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും സതീഷ് പിടിയിലാകില്ലായിരുന്നു. അവസാനം ബാലാജി, ഗോവിന്ദം ഈ മോഷണ കേസിൽ മാത്രം പ്രതികളായി. പക്ഷേ സതീഷ് മോഷണത്തിനൊപ്പം 3 കൊലപാതകങ്ങളിലും കുറ്റാരോപിതനായി. ഈ ഒരു കേസിലൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പല കേസുകളിലും ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, കുറ്റം, ക്രൈം അതെത്ര സൂക്ഷ്മമായി മറച്ചു വെച്ചാലും ഒരു ദിവസം അത് വെളിച്ചത്ത് വരും. സതീഷ് എല്ലാ കൊലപാതകങ്ങളെയും സ്വാഭാവിക മരണം പോലെ കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ സത്യം പുറത്തു വന്നു. രണ്ടാമത്തെ കാര്യം, പ്രതികാരവും ദേഷ്യവും ഒരാളെ ക്രൂരമായ വഴിയിലേക്ക് നയിക്കും. അതായത് ഈ സ്വന്തം ഭാര്യയോടുള്ള ദേഷ്യവും ബന്ധങ്ങളിലെ പ്രശ്നവും സതീഷിനെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന നിലയിലേക്ക് തന്നെ നയിച്ചു. മൂന്നാമത്തെ കാര്യം, ചെറിയ കുറ്റങ്ങൾ പോലും വലിയ കുറ്റങ്ങളെ വെളിപ്പെടുത്താൻ ഇടയാക്കാം. ഈ ഒരു കേസിലും ഒരു മോഷണത്തിന്റെ അന്വേഷണമാണ് ഈ 3 കൊലപാതകങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവന്നത്. നാലാമത്തെ കാര്യം, സഹനവും
മനഃശാന്തിയും മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചോ നിയമപരമായി പരിഹരിക്കാവുന്നതോ ഒക്കെ ആയിരുന്നു. പക്ഷേ പ്രതികാരത്തിൻ്റെ വഴിയാണ് ഇവിടെ ദുരന്തം തന്നെ സൃഷ്ടിച്ചത്. അഞ്ചാമത്തെ കാര്യം, എത്ര തന്നെ തെറ്റൊക്കെ ചെയ്താലും നിയമത്തെയും നീതിയെയും ഒന്നും വഞ്ചിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ സത്യം പുറത്തു വരാൻ സമയം ഒരുപാട് എടുത്തേക്കാം, പക്ഷേ നീതി അവസാനം ലഭിക്കുക തന്നെ ചെയ്യും. ലളിതമായി പറഞ്ഞാൽ ദ്വേഷം നിറച്ചു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തിരിച്ചു വരുന്നത് നാശമായി തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.